1982 കാലഘട്ടങ്ങളിൽ എറണാകുളത്ത് കൊച്ചിൻ കലാഭവനിൽ മിമിക്രി രൂപം കൊള്ളുന്നതിനൊക്കെ മുമ്പ് 72 കാലഘട്ടങ്ങളിൽ ആലപ്പുഴയിൽ നിന്നും ഒരു മിമിക്രി കലാകാരൻ മിമിക്രി എന്ന കലാരൂപത്തിന് ഒരു പുതിയ പാത തെളിയിക്കുകയുണ്ടായി. ഇന്നുള്ള മിമിക്രി കലാകാരന്മാരിൽ ഏറ്റവും സൂപ്പർ സീനിയർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആലപ്പി അഷ്റഫ്. നമസ്കാരം. അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം സംവിധായകൻ എന്ന നിലയ്ക്ക് എന്താണ് ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ ഇതുപോലെ നമ്മളെയൊക്കെ പോലെ തന്നെ മിമിക്രിയിൽ കൂടെ കടന്നു വന്നതെന്ന് പറഞ്ഞല്ലോ, ഇത്രയും ഇതെല്ലാം ചെയ്തു വന്നിട്ട് ഞാൻ ഇത്രയും സീനിയറായ ഒരാളാകുമ്പോൾ എനിക്ക് ഈ ഇതിലുള്ള സൊസൈറ്റിയോട് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതിനെ ചെയ്യേണ്ടതായിട്ടുള്ളത്. ധാർമ്മികമായിട്ട് ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ സിനിമ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് നടക്കുന്ന 70-80 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയായതുകൊണ്ട് അതിൻ്റെ സംഭവങ്ങൾ മാറ്റിവെക്കാം. പക്ഷെ അതിലൂടെ ഞാൻ ഒരുപാട് കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പാത ഞാൻ വെട്ടിത്തുറന്ന് കൊടുക്കുകയാണ്. അതിൽ നായകൻ പുതുമുഖമാണ്, നായിക പുതുമുഖമാണ്, മറ്റനവധി ക്യാരക്ടേഴ്സ് പുതുമുഖങ്ങളായിട്ടുണ്ട്. അതിൽ പാട്ടെഴുതിയ ആൾ പുതിയ ആളാണ്, ഒരു മ്യൂസിക് ഡയറക്ടറെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു അതിൻ്റെ ക്യാമറമാൻ പുതിയ ആളാണ്, ആർട്ട് ഡയറക്ടർ പുതിയ ആളാണ്. അങ്ങനെ ഒരു വലിയൊരു പുതുമുഖ ആളുകളെ ഞാൻ കണ്ടെടുത്ത് അവർക്ക് വേണ്ട പ്രോത്സാഹനം, എനിക്ക് വേണമെങ്കിൽ ഇതെല്ലാം ആളുകളുണ്ട്, ഇല്ലാണ്ടല്ല. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് നന്മകൾ ചെയ്യുക, കുറേ പേരെ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരിക. പടം ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അതിൽ ജോലി ചെയ്തിരിക്കുന്നത്. ആ കാലഘട്ടവും കാര്യങ്ങളും ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അതിൽ കുറച്ച് അതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഇപ്പം 3 പാട്ടുണ്ട്, അത് 3 മ്യൂസിക് ഡയറക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഒന്നിൽ ഒരു അഫ്സൽ യൂസഫ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടുണ്ട്, അത് ശ്രേയ ഘോഷലാണ് പാടി, ബോംബെയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ശ്രേയ ഘോഷൽ ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ പാടുന്ന സിനിമയ്ക്ക് വേണ്ടി, അത് വളരെ ബൈബിൾ വചനങ്ങളും യേശുവിനെ കുറിച്ചൊക്കെ പാട്ടാണ്. അത് ഇളം മഞ്ഞിൻ കുടിലുമായി എന്നുള്ള എൻ്റെ മുൻപത്തെ പാട്ട് പോലെ തന്നെ എന്നും കാലാകാലമായിട്ട് സൂക്ഷിക്കാവുന്ന ഒരു പാട്ടായിരിക്കും ആ പാട്ട്. അത് കഴിഞ്ഞ് ദാസേട്ടൻ അമേരിക്ക വെച്ച് റെക്കോർഡ് ചെയ്തെന്നൊരു പാട്ടുണ്ട്. ആ പാട്ടും ഇതുപോലെ, അതായത് ഇപ്പൊ വീഡിയോ കോൺഫറൻസിൽ കൂടെ പാടി മ്യൂസിക് ഡയറക്ടർ ഇരിക്കും, അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്തൊരു പാട്ടുണ്ട്, അതും ഡിവോഷണൽ തന്നെ, ക്രിസ്ത്യൻ ഡിവോഷണലാണ്. അതൊരു ക്രിസ്ത്യൻ ബേസ്ഡ് ഒരു ചെറിയ ഗ്രാമം, അങ്ങനെ ഒരു പള്ളി ഒക്കെ വെച്ചുള്ള ഒരു കഥയാണത്. ഏതായാലും ഒരുപാട് കലാകാരന്മാർക്ക് സിനിമയിൽ അവസരം ലഭിച്ചു, ഇന്നില്ലാത്തതും അതാണ്. തീർച്ചയായിട്ടും അല്ലെ, ഇന്നെല്ലാം ഓരോരോ ഗ്രൂപ്പുകളായി മാറി സിനിമ. നമ്മളെ പോലുള്ള ആളുകൾ കാണിച്ചു കൊടുക്കണം, അത് ചെയ്ത് അങ്ങനെ ചെയ്യാം. ചിലരെ നടീനടന്മാരെ കൊണ്ടുവരും. അത് മാത്രമല്ല, പല ടെക്നീഷ്യന്മാരെ ഞാൻ ചാൻസ് കൊടുക്കുകയാണ് പലർക്കും. നല്ല കാര്യമാണ്. സിനിമയുടെ എല്ലാ വശങ്ങളിലും കൈകൾ തീർച്ചയായിട്ടും കടത്തിയിട്ടുണ്ട്. ഇനി പഴയ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. മലയാള സിനിമയിൽ ഏതൊക്കെ നടന്മാർക്ക് വേണ്ടിയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്? ഈ ശബ്ദം നൽകുക എന്ന് പറയുന്നത് എൻ്റെ ഒരു കാലഘട്ടത്തിൽ, ഞാൻ 70-75 കാലഘട്ടം എന്ന് പറയല്ലോ, ആ കാലഘട്ടത്തിലാണ് എൻ്റെ കോളേജ് ലൈഫ്. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി തലത്തിൽ മിമിക്രിക്ക് ആദ്യമായിട്ടൊരു മത്സരം ഉണ്ടാക്കി. അതിന് മുമ്പ് വരെ മോണോ ആക്ട് വരെ ഉള്ളു, എല്ലാം മോണോ ആക്ടിനൊക്കെ ആയിട്ടുള്ള. അപ്പോൾ മിമിക്രിക്കും കൂടെ വേണം എന്നും പറഞ്ഞ് വലിയൊരു ഇത് വന്നപ്പോൾ ആ മിമിക്രിയിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു പാത, അതായത് മിമിക്രി എന്ന് പറയുന്നത് പണ്ടുകൊണ്ട് ആ സാധനം എന്ന് പറയുമ്പോൾ കാക്ക കരയുന്നു, കോഴി പോകുന്നു, മറ്റേ ട്രെയിൻ പോകുന്നു, അങ്ങനെയുള്ള മൃഗങ്ങളും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ശബ്ദങ്ങളാണ് കൂടുതലും എല്ലാവരും എടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്ന് പുതിയൊരു രീതി സിനിമാ താരങ്ങളെ ഞാനാണ് ഇറക്കുന്നത്. അവിടെ പ്രേമനസീറിന്റെ അങ്ങനെ ശങ്കരാടി ഗോവിന്ദൻകുട്ടി വലിയൊരു നിരയായിട്ട് ഞാൻ അങ്ങ് കയറി. അത് വലിയൊരു അത്ഭുതമായിരുന്നു. നമ്മുടെ ഇത് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ എനിക്കാണ് 1ാം സമ്മാനം കിട്ടുന്നത്. അതിന് അത് എനിക്ക് കേരള യൂണിവേഴ്സിറ്റി എൻ്റെ ജനകീയ പിന്തുണ കണ്ടിട്ട് കേരള യൂണിവേഴ്സിറ്റി എനിക്ക് സെനറ്റ് മെമ്പർസാരിൽ നിന്ന് ആദരിച്ചു, കലാകാരന്മാരുടെ പ്രതിനിധിയായിട്ട്. അപ്പൊ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായപ്പോഴാണ് ഇത്. അന്ന് ഇതുപോലെ മൊബൈലോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ടെലിവിഷൻ പോലും ഇല്ല. ടെലിവിഷനൊക്കെ ഞങ്ങൾ കാണുന്നത് ഇവിടെ എക്സിബിഷൻ ഹാളിലാണ് കാണുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ടെലിവിഷനൊക്കെ ഇങ്ങനെയാണ് ടെലിവിഷനൊക്കെ കാണുന്നത്. അത് കാലഘട്ടം. ആ സമയത്ത് ഏറ്റവും ആദ്യം എനിക്ക് കിട്ടുന്ന PJ ആന്റണി മാസ്റ്റർ ഒരു പടത്തിൽ ലാസ്റ്റ് അഭിനയിച്ച, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്, അതിന്റെ പേര് ചൂള എന്നാണ്. അതിലാണ് നമ്മുടെ രവീന്ദ്രൻ മാസ്റ്റർ ആദ്യമായിട്ട് വരുന്നത്, പാട്ട് എടുക്കുന്നത്. സത്യൻ അന്തിക്കാടിന്റെ പാട്ടുകളുടെ വരികൾ എഴുതുന്നു. പിന്നെ ജൂബിലിയുടെ ആദ്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ഒരുപാട് പേര് ആദ്യമായിട്ട് വരുന്ന സംഭവം. യേശുദാസാണ്, ശശികുമാർ സാറിന് അതിൻ്റെ സംവിധായകൻ, ആലപ്പുഴക്കാരനായ ശശികുമാർ സംവിധായകൻ. അദ്ദേഹത്തിനടുത്ത് റെക്കമെൻഡ് ചെയ്താണ്, യേശുദാസ് റെക്കമെൻഡ് ചെയ്തിട്ടാണ് രവീന്ദ്രൻ മാസ്റ്റർക്ക് അതിൽ ഇത് കൊടുക്കുന്നത്. അതെല്ലാം എനിക്ക് അവിടെ ചെന്നപ്പം മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു റെക്കമെൻഡിലാണ് ചെയ്തത്. അത് ചെയ്തത് ഒരു നവരത്ന മൂവി മേക്കേഴ്സ്, മേക്കപ്പ് മാന്മാർ ഒരു 8-9 പേര് ചേർന്നിട്ട് ഒരു ചെറിയ പടം ഉണ്ടാക്കിയത്. അപ്പോൾ ആ പടം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം തീർന്ന് എല്ലാവരുടെ ഡബ്ബിങ് കഴിഞ്ഞ് ലാസ്റ്റ് PJ ആന്റണിയുടെ ഡബ്ബിങ് തീർക്കാൻ വേണ്ടി വെക്കുമ്പോഴാണ് PJ ആന്റണി ഡബ്ബിങ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസം, ഒരാഴ്ച മുമ്പ് PJ ആന്റണി മരിച്ചു വരുന്നു. അവിടെ ഒരു ഹോട്ടലിൽ മരിക്കുന്നു. പിന്നെ അത് പ്രശ്നം. അപ്പോൾ അവർ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ ഒരുപാട് പേര് വെച്ച് ശ്രമിച്ചു. അത് സാധാരണ ശബ്ദമല്ല. ഇപ്പോൾ JND ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ബേസ് ഒക്കെ ഇട്ട് ശരിയാക്കാം.
ഇത് ഉള്ളിൽ നിന്നൊക്കെ വരുന്ന ഒരു വെളിയും അതിന്റെ കൂടെ ഈ ക്യാരക്ടറിന് ത്രൂ ഔട്ട് ചുമയും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഒരു പരിവവും നമ്മൾ ചെയ്ത. ഞാനാണെങ്കിൽ ചെയ്ത് വലിയ പ്രാക്ടീസും ഇല്ല. അപ്പം ഇത് അദ്ദേഹത്തിന്റെ ഇതിന്റെ സംവിധായകന്റെ അനുജൻ അവിടെ ഒരു കുട്ടപ്പൻ എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്, ആലപ്പുഴയുള്ള. അപ്പോൾ ഇവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഇവർ കിടന്ന് ഇങ്ങനെ പറയും ഇവിടെ ഒരു പയ്യൻ ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൈസ് ഒക്കെ മേടിച്ച് എല്ലാ സിനിമാക്കാരുടെയും ശബ്ദങ്ങൾ കാണിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് എന്നെ ഇവിടുന്ന് കയറ്റി. മനസ്സിലായില്ലേ? ചെന്നൈയിൽ. ഞാൻ അതിന്റെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ചെന്നൈ യാത്ര എന്ന് തന്നെ പറയാതെ ശരിക്കും ഒരു. അപ്പൊ എനിക്കിതൊന്നും അറിയില്ല. അന്ന് തന്നെ ഉണ്ടാവുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ഒരു കാറ് കൊണ്ടുവന്നു, എന്നെ കയറ്റുന്നു. അവിടെ നുങ്കമ്പക്കത്ത് ഒരു രാജ് ഹോട്ടൽ എന്ന് പറയും, ആ ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിക്കുന്നു. ഞാനിത് ഏത് ഹോട്ടലിലാണെന്നാ ഏത് സ്ഥലമാണെന്നാ ഒന്നും എനിക്കറിയാൻ. ഞാൻ റൂമിൽ വൈകുന്നേരം ആകുമ്പോൾ പതുക്കെ ഇറങ്ങി, റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഞാൻ നേരെ സഫയർ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ട് ജമിനിയുടെ അന്ന്, അവിടെ പോയൊരു സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയിട്ട് ഞാൻ പടവും കണ്ടിറങ്ങിയപ്പം ഞാൻ താമസിച്ച ഹോട്ടലിന്റെ പേരോ താമസിച്ച സ്ഥലവും ഒന്നും അറിയാൻ പാടില്ല. എനിക്ക് ഓർമ്മയില്ല. അന്ന് എത്ര വയസ്സുണ്ട്? കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയമാണ്. എനിക്കറിയില്ല ഇതെവിടെയാണ്, ഹോട്ടൽ ഏതാണ്, ഈ സ്ഥലം ഏതാണെന്നൊന്നും അറിയത്തില്ല. എല്ലാവരും ആളുകളെല്ലാം പോയി കഴിഞ്ഞു. കുറെ ഓട്ടോകൾ കിടപ്പുണ്ട്. ഞാൻ ഓട്ടോക്കാരൻ പേര് പറയണല്ലോ. ഞാൻ പറയും ഇങ്ങനെ എനിക്കറിയില്ല, അറിയും തമിഴ് നന്നായിട്ട് അറിയില്ല. രാത്രി 2 മണി 1 മണി അങ്ങനെ ഓട്ടോക്കാരൻ സർക്കേറുക ഞാൻ കൊണ്ട് കാണിച്ചു തരാം. അയാള് രാത്രി ഓരോ ഹോട്ടലിൽ ചെന്ന് ഇതാണോ അല്ല, എനിക്ക് കണ്ട ഒരു അവന് അടുത്ത ഈ ഏരിയ തന്നെയാന്ന് പറയാം. അവിടെ എല്ലാം ഹോട്ടലെല്ലാം കറങ്ങി 1 മണിക്കൂറോളം കറങ്ങി ലാസ്റ്റ് കൊണ്ടെത്തി അയാൾ കാശം പിടിച്ചു പോയി. അല്ല ഞാൻ പറയാം അന്ന് ചെല്ലുമ്പോൾ തന്നെ അങ്ങനെ. അത് കഴിഞ്ഞ് അവര് ശബ്ദങ്ങൾ അന്ന് ടേപ്പ് റെക്കോർഡറിൽ റെഡിയാക്കിയത് കൊണ്ട് തന്നു പഠിക്കാൻ വേണ്ടി. അപ്പൊ ഞാനത് വെച്ച് റൂമിൽ വെച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത്. പക്ഷെ അത് ചെയ്ത് അവരൊറ്റ കണ്ടീഷൻ പറഞ്ഞു, ഇതാരോടും പറയാൻ പാടില്ല, ഒറ്റ മനുഷ്യരോടും മിണ്ടരുത്. കാരണം അവർ പറയുന്ന അത് കളക്ഷനെ ബാധിക്കും, മുൻവിധി ഉണ്ടാവും, അങ്ങനെ സാധ്യതകളുണ്ട്. ഓക്കെ, ഞാനത് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് ചെയ്യുന്നു. ആ പടം ബമ്പർ സക്സസ് ആകുന്ന പടം. അത് ശബ്ദം ഇപ്പോഴും അതിനെപ്പറ്റി ജൂബിലി ജോയി ചരിത്രമെന്നിലൂടെ എല്ലാം പറയുന്നുണ്ട്. വിജയമായിരുന്നു, അതാരും അറിഞ്ഞിട്ടില്ല, അലപ്യഷമാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഈ അടുത്ത് കണ്ടത് പറയുന്നത്. അപ്പോൾ അത്രയും മനോഹരമായിട്ട് ചെയ്ത് ആ പടം സക്സസ് ആക്കി കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ജയൻ്റെ മരണം ഉണ്ടാകുന്നത്. ജയൻ്റെ മരണം വന്നപ്പോൾ ജയൻ്റെ തന്നെ കോളിളക്കം ആക്രമണം അറിയപ്പെടാത്ത രഹസ്യം മനുഷ്യൻ ഈ പടം എല്ലാം ഡബ്ബിങ്ങിന് കിടക്കുകയാണ്. ഡബ് ചെയ്തിട്ടില്ല. പിന്നെ മനുഷ്യമൃഗം മാത്രമേ ഏതാണ്ട് കുറച്ച് 1-2 സീൻ ജയൻ്റെ പേരിലുണ്ട്. പക്ഷെ അതും അതിനേക്കാളും പ്രശ്നമാണ്. അതുമായിട്ട് മാച്ച് ചെയ്യാൻ വേണം. മനസ്സിലായില്ല? ഒന്നുമില്ലെങ്കിൽ മൊത്തം നമുക്കിങ്ങ് ചെയ്യാം. മനസ്സിലായില്ല? ഉള്ളിക്കൊന്നും ഒരു ജയന്റെ ഒരു ചെറിയ ഒരു മുളൽ പോലും ഇല്ല. ബാക്കിയെല്ലാം എൻ്റെ അപ്പൊ അങ്ങനെയൊക്കെ ബാക്കി എല്ലാ പടവും. അപ്പൊ ഞാനത് എന്നെ ഇവര് പറഞ്ഞ് ഇങ്ങനെ പോലെ ഒരുത്തം വന്ന് പിഴിയാനടിക്ക് ചെയ്തുകൊണ്ട് പോയ ഒരുത്തനുണ്ട് ഇവിടെ, അതാരും അറിഞ്ഞിട്ടില്ല, അയാളൊന്ന് വരുത്തിയാന്ന് പറയാം. അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് മദ്രാസിലേക്ക് വരുന്നത്, വീണ്ടും വരും. നെവർ ഷേ ആദ്യം മനുഷ്യമൃഗമാണ് വിളിക്കുന്നത്. അത് ബേബി എന്ന് പറയുന്ന സംവിധായകനാണ്. അപ്പൊ എനിക്കപ്പം തന്നെ ഞാനപ്പം ഈ ജയന്റെ ശബ്ദം എനിക്കറിയായിരുന്നു. ജയനുമായിട്ട് നേരത്തെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, ബന്ധങ്ങൾ ചെറിയ അടുപ്പമുണ്ടായിരുന്നു. അപ്പൊ ഈ ജയനെ ഞാനൊന്ന് നടനെന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് തന്നെ അദ്ദേഹം കൊച്ചു വേഷങ്ങൾ, അന്ന് ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവരെ പോലും നമുക്ക് അറിയാൻ പറ്റും. ഇന്ന് ചില വീട്ടമ്മമാര് സീരിയലിലൊക്കെ പറയുന്ന പോലെ, മറ്റേ സീരിയലിലുണ്ടായിരുന്നു ഇവരെന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഓരോരുത്തരും നിശ്ചയമാണ് സിനിമയിൽ. ഒന്ന് പോസ്റ്റ്മാനെ പോലും അറിയാം അന്ന് അഭിനയിച്ചിട്ട് പോകുന്ന അത്ര. ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു സിനിമ. പിന്നെ ഞങ്ങൾക്കെല്ലാം സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഭ്രാന്തായിരുന്നല്ലോ അന്ന് കിടക്കുക. അപ്പൊ ജയന്റെ ശ്രദ്ധിക്കുന്നത് ജയന്റെ മറ്റൊന്നും കൊണ്ടല്ല, ശബ്ദത്തിലാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഗാംഭീര്യമുള്ള ശബ്ദം, നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കും. അപ്പം ഇത് നമ്മുടെ മദനോത്സവം എന്നൊക്കെ പടത്തില് ഈ ഡോക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് കമലഹാസനും അവരൊക്കെ അഭിനയിക്കുന്നത്. എന്നാലും ഈ ഡോക്ടറുടെ ശബ്ദം, ഇത് രക്തത്തിന്റെ ചില പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ആ ഇത് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ശീതാഷ്ണ രക്ത എന്താ അണുക്കൾ എന്നൊക്കെ പറഞ്ഞ് ഈ നല്ല ഗംഭീരത്തോടെ പറയുന്ന നല്ല ശബ്ദം മനസ്സിലുണ്ട്. അപ്പൊ ഈ ശബ്ദം അന്ന് തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നത്. പിന്നെയാണ് ജയ ഗാംഭീര്യത കൂട്ടി അങ്ങ് സൂപ്പർ ഡൂപ്പർ താരമായി മാറുന്നു. മനുഷ്യരുടെ വലിയൊരു ഹരമായി മാറുന്നു. ആദ്യത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രം എടുത്താൽ ഏറ്റവും ആദ്യത്തെ ആക്ഷൻ ഹീറോ, സൂപ്പർ ഹീറോ. ഇതിനപ്പുറത്ത് ഒരാൾ വന്നിട്ടില്ല, വരാനും പോകുന്നില്ലെന്ന് തോന്നുന്നു. അതുപോലെ പക്ഷെ അങ്ങനെ ചെല്ലുമ്പോൾ എന്നോട് പറയുന്നു ഇതിങ്ങനെ ഈ ശബ്ദം എടുക്കാൻ പറ്റുമെന്ന്. ഞാൻ പിന്നെ എടുക്കാന്ന് പറയും ധൈര്യമായിട്ട്. അങ്ങനെ ഞാൻ ആ സംഭവം ഇത് മനുഷ്യ അപ്പം ബാക്കിയുള്ള ജയന്റെ സിനിമ എടുത്ത നിർമ്മാതാക്കളും സംവിധായകരും എല്ലാം കാത്തിരിക്കുകയാണ് ഇതെങ്ങനെ ചെയ്യുന്ന റിസൾട്ട് വരുന്നു. അവരും കണ്ടീഷൻ വെച്ച്, അന്നൊന്നും മീഡിയ ഒന്നുമില്ല, മിണ്ടാൻ പാടില്ല, വെളിയിൽ പറയരുത്, രഹസ്യമായിരിക്കണം. അപ്പം രഹസ്യമായിട്ട് അതിന് ഓരോന്ന് ചെന്ന് ആ പടത്തിൽ അതിനകത്ത് 2 റോൾ, ഡബിൾ റോളാണ് അതിനകത്ത്. അതേതാണ്ട് എനിക്ക് ഒരു ദിവസം കൊണ്ട് അങ്ങ് അത് ഈ വിചാരണയെ പോലെ വലിയ പ്രയാസമില്ലായിരുന്നു. കുതിരയ്ക്ക് റമ്മ് കൊടുക്കുന്നത് കുടിച്ച് പിറ്റാവാനല്ല,
കുതിച്ചു പായാനാണ് എന്നൊക്കെ പറയുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇച്ചിരി നീട്ടിങ് അടുപ്പിച്ചൊക്കെ ഞാനങ്ങ് പറഞ്ഞു. അപ്പൊ എനിക്ക് കാണാം അതിന്റെ ഡയറക്ടർ ഇരുന്ന് മറ്റേ പ്രൊഡ്യൂസർ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. സ്റ്റുഡിയോയുടെ ഞാനിങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ഓക്കെ എന്ന് പറയും, ഫുള്ള് ചെയ്യുന്നു. ബാക്കി എല്ലാവരും വരുന്നു, എല്ലാ പടങ്ങളും പിന്നെ എന്നെ അങ്ങ് നിലത്തിൽ നിർത്തിയിട്ടില്ല, മനസ്സിലായില്ലേ. കോളിലൊക്കെ രാവിലെ 7 മണിക്കൊക്കെ തുടങ്ങിയിട്ട് ഉച്ച 12 മണിയോട് തീർത്തു കൊടുത്തു. കാരണം അത്ര പ്രാക്ടീസ് ആയി പറഞ്ഞു. അപ്പൊ ഈ കോളിലൊക്കെ കാണുമ്പോൾ ജനം 1% പോലും ഇത് ജയന്റെ ശബ്ദമല്ല എന്ന് അറിഞ്ഞിട്ടില്ല. അവരിരുന്ന് കൈയടിക്കുന്നു, കാണുന്നു. കാരണം അവർ പറഞ്ഞ കറക്റ്റായിരുന്നു. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിരുന്ന ആളുകൾ മുൻവിധിയോട് പടം കാണും. അത് വേറെ ആളുടെ ശബ്ദം, ജയന്റെ ശബ്ദം വേണ്ടായിരുന്നു. ഇത് അതൊന്നും വിഷയമില്ല. അവിടെ അങ്ങനെ കണ്ടുപോയ കാരണം അറിഞ്ഞു. പിൻകാലത്ത് 10 കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വാക്ക്, കാരണം അവരുടെ അടുത്ത് കൊടുത്ത വേടായിരുന്നു ഞാൻ ചെയ്തില്ല. അത് പിന്നെ 10-30 വർഷം കഴിഞ്ഞിട്ടാണ് വെളിയിൽ വരുന്നത്. അത് എന്റെ ശബ്ദമായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി, മനസ്സിലായില്ലേ. അതെനിക്കൊരു വലിയൊരു, ഞാൻ ഇത്രയും പടം ചെയ്താലും ഇത്രയും ആളുകളുടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ഞാനിപ്പം ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൻ ഇങ്ങനെ നോക്കും, സാറ് ജയന്റെ ചെയ്ത ആളല്ലേ, ജയന്റെ ശബ്ദം കൊടുത്ത ആളല്ലേ, നമ്മുടെ ജയന്റെ ഈ ജയന്റെ എവിടെ ചെന്നാലും ഇതാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. മറ്റുള്ള ഇതാണ് മിമിക്രിയോ മറ്റത്തെ സിനിമയോ ഒന്നും പറയത്തില്ല, ജയന്റെ ശബ്ദം കൊടുത്ത ആളെന്ന്. അത് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഒരു വിഭാഗത്തിൽ എന്നെ വലിയ ഇഷ്ടത്തോടെ കാണുന്നുണ്ട് അത് വെച്ചിട്ട്. ഇപ്പോ PJ ആന്റണി, ജയൻ, അതല്ലാതെ കൊടുത്ത പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ രജനീകാന്തിന് ഗർജന എന്നൊരു പടം, രജനീകാന്ത്. അപ്പൊ അതിനകത്ത് ഹേംനാഗ് പ്രൊഡക്ഷൻസ് പറഞ്ഞ വലിയൊരു കമ്പനിയാണ്. ഹിന്ദി എല്ലാം എടുക്കുന്നവരാണ്. അവര് രജനീകാന്തിനെ വെച്ചൊരു പടം എടുത്തുകൊണ്ടത്, അത് തമിഴൊക്കെ എടുക്കുന്നോട്ട് മലയാളം വെർഷൻ കൂടെ എടുത്തു. മലയാളം കൂടെ എടുത്തിട്ട് പറഞ്ഞ് പക്ക മലയാളം അതെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡബ് ചെയ്തത് ഫിലിമാണ്. അന്നത്തെ കാലത്ത് ഇതുപോലത്തെ ഡിജിറ്റൽ ഒന്നും ഇല്ലല്ലോ. അത് സിനിമ ആക്കിയിട്ട് പ്രിന്റ് ഫസ്റ്റ് കോപ്പി ആക്കുക എന്ന് പറയും. സെൻസർ ചെയ്യുന്നതിന് ഫസ്റ്റ് കോപ്പി ആക്കും. ആ കോപ്പി ആക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ടല്ലോ. ഈ എടുത്ത സൗണ്ടുകൾ പലതും ഈ റെക്കോർഡിങ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഈ ഡബിങ് സൗണ്ടും കൂടെ എല്ലാം കൂടെ ഒരു ട്രാക്കാക്കി ഒറ്റ ട്രാക്കാക്കി അത് ഫിലിമിൽ കയറ്റും. അങ്ങനെയാണ് ഫിലിമിൽ വരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് രജനീകാന്തിന് ഈ പടം പ്രൊജക്ഷൻ കാണിച്ചു. രജനീകാന്തിനെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി കയറി പുള്ളിയിരുന്ന് കണ്ടിട്ട് പറയും, എന്റെ ശബ്ദം മാറ്റണം, ഇത് ശരിയായില്ലെന്ന് പറയും. ഒരാകെ വലിയ കമ്പനിയാണ്, അവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ആരോ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒരാളുണ്ട്, എല്ലാത്തിന്റെയും അത് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ വരുത്തി എന്നെ മട്ടാസി വന്ന് റൂമൊക്കെ തന്ന് താമസിച്ച് കഴിക്കുമ്പോൾ ഒരു കമ്പനിയുടെ ആളുകളെല്ലാം കൂടെ കയറി വന്നു. അതൊരു കണ്ടീഷൻ ഉണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഇച്ചിരി പൈസ ഒക്കെ കൂടുതൽ ചോദിച്ചു, ഇതെന്താണ് ഹിന്ദി പടമാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതിന്റെ ഇയാൾ പറഞ്ഞ്, അതിന്റെ പ്രൊഡ്യൂസറിൽ ഒരാൾ പറഞ്ഞു, ഒരു പ്രോബ്ലം ഇല്ല, അങ്ങനെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കാശ് കൊടുക്കണം, അത് അതിന് അർഹനാണ് അങ്ങനെ. പക്ഷെ ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മളിപ്പോൾ ചെയ്ത് ഇത് രണ്ടാമത് ഈ സിനിമയിൽ നിന്ന് ഇത് മാറ്റണമെന്ന് രജനീകാന്ത് സാർ പറഞ്ഞു, ഞങ്ങളിത് മാറ്റുന്നു, ഞങ്ങൾക്ക് എത്ര രൂപ ചിലവാണ്, ഇതെല്ലാം രണ്ടാമത് ആഴ്ച ഒന്നേന്ന് കാട്ടി വീണ്ടും മിക്സ് ചെയ്ത് വീണ്ടും കയറ്റി വീണ്ടും സൗണ്ട് കയറ്റി വീണ്ടും ബസ് കോപ്പി ആക്കണം. ലക്ഷങ്ങളാണ് അവർക്ക് ചിലവ് ഒരുപാട് അന്നത്തെ കാലത്ത്. ഇനി നിങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങേര് പറയുന്നു ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ കുഴയും. അപ്പം അതിനൊരു വഴിയുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ, അത് നിങ്ങൾ രജനീകാന്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇത് ചെയ്യണം, അങ്ങേര് നിങ്ങൾ ഓക്കെ ചെയ്യണം, മനസ്സിലായില്ലേ, ഓക്കെ പറയണം, വരെ ചെയ്യാന്ന് പറയും. അദ്ദേഹം ഞങ്ങൾ ഡബിങ് തിയേറ്ററിൽ കൊണ്ടുവന്നിട്ട് അല്ലാണ്ട് ഞങ്ങൾക്ക് ഇനി ഇതും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല അത് പറഞ്ഞാൽ അവർ വലിയ വിഷമം പറയാം. അവർ പറയുന്നത് സത്യമാണ്, കറക്റ്റാ. അങ്ങനെ 1-2 ദിവസം വെയിറ്റ് ചെയ്ത്, പുള്ളിയുടെ ഡേറ്റ് ഒക്കെ പ്രശ്നമുണ്ടല്ലോ, ഞാൻ അവിടെ തന്നെ താമസിച്ച് പുള്ളി പറയുന്ന ഡേറ്റ് പറഞ്ഞ് രാവിലെ ഡബിങ് തിയേറ്ററിൽ പോയി. അവിടെ ഇരിക്കുക തിയേറ്റർ, സുജാത തിയേറ്റർ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും, സ്വാദിഷാൻ രജനീകാന്ത് വരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് കാണാൻ വേണ്ടി ഒരു പീസ് അങ്ങനെ ഡബ് ചെയ്തു. അത് പക്ഷെ കന്നഡയിലുള്ളായിരുന്നു എൻ്റെ ഓർമ്മ, തമിഴല്ല, കന്നഡയാണോ തെലുങ്കാണെന്ന് അറിയില്ല. കന്നഡയെ പുള്ളി നന്നായിട്ട് പറയുന്നത്, അതിഭയങ്കര സ്പീഡിലാണ് ഡയലോഗ് പോകുന്നത്, ഇങ്ങനെ പോകും. അന്ന് ഇന്നത്തെക്കാളും സ്പീഡാണ്. അന്നത്തെ കുറെ ക്യാരക്ടർ മാറിയതുകൊണ്ട് പുള്ളി കുറച്ചുകൂടെ സ്ലോയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ അന്ന് റിയലും പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കിയിരുന്നു എന്താ പറ്റുന്നത്, പുള്ളി മാറിയുന്നു. അവിടെ അടുത്ത നമ്മുടെ ഒരു ലൂപ്പ് ഇട്ട് കോർട്ടിൽ പുള്ളിയെ വിചാരണ ചെയ്യുമ്പോൾ കോർട്ടിൽ കയറി പുള്ളി സംസാരിക്കുന്ന സംഭവം. ഞാനങ്ങനെ അത് വെച്ച് അത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അങ്ങ് അടിച്ചു. അത് ഞാൻ ഇതാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഇച്ചിരി സൗണ്ട് കൂടെ ഇമിറ്റേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, ഈ സൗണ്ട് മതി, ഇത് മതി. അങ്ങനെ അതിലും എനിക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പിന്നെ ഒരുപാട് ചെറിയ വേഷങ്ങൾ ആളുകൾക്കൊക്കെ വേണ്ടി പലപ്പോഴും ഇത് പലരൊക്കെ മരിച്ചു പോയാലാ ഇങ്ങനെ പോയാലാ അങ്ങനെയൊക്കെ ഒരുപാട് ഡബ് ചെയ്യാറുണ്ട്. പിന്നെ വലിയൊരു രസമുണ്ടായത് ഈ സിനിമകളൊക്കെ TV യിലോട്ട് വരാൻ തുടങ്ങി, ടെലിവിഷനൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ പഴയ സിനിമകളൊക്കെ പലപ്പോഴും
എടുത്തു കഴിഞ്ഞ് എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എടുത്തു കഴിഞ്ഞ് പഴയതൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് അതിന്റെ പുതിയ ഡിജിറ്റൽ സിസ്റ്റത്തിലൂടെ ആക്കും ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ സിനിമ ആക്കിയാണ് ഇവർക്ക് കൊടുക്കാൻ. അപ്പോൾ വലിയൊരു എമൗണ്ട് കിട്ടും അവർക്ക്, ആ പ്രൊഡ്യൂസർമാർക്ക്. അപ്പോൾ എടുക്കുമ്പം ചില സ്ഥലത്തൊന്നും സൗണ്ട് ഒന്നും കാണത്തില്ല ഈ നടന്മാരുടെ. ഇപ്പൊ സത്യൻ അഭിനയിച്ചാൽ കൊട്ടാരക്കര അദ്ദേഹം അഭിനയിച്ച ഭാഗത്തിന്റെ കുറച്ച് സൗണ്ട് ഇല്ല, സൗണ്ട് പോയി കുറച്ചുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും ഇവരെന്ത് ചെയ്യും, രണ്ടാമത് ഡബിങ് ഒക്കെ എന്നെ വിളിക്കും. അതൊക്കെ ഞാൻ പോയി ചെയ്ത് കൊടുക്കും. മറ്റത് കേട്ടിട്ട് അതേപോലെ അറിയാത്ത രീതിയിൽ ബാലൻസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ പല സംഭവങ്ങളും ഒരുപാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് അവർക്ക് എമൗണ്ട് കിട്ടുന്നില്ല. ഈ അടുത്തിടെ ഇറങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ് ബാഹുബലി. അതെ അതെ, ബാഹുബലിന്റെ ഒരു ക്യാരക്ടറിന് അതെ അതെ ചെയ്തിട്ടുണ്ട്. ബാഹുബലിയില് കുമാരവർമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ അയാള് കുറച്ച് കോമഡിയും കുറച്ച് ദേവസേനയുടെ ഇത് മറ്റേ പരിച, ഇത് വാള് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് കൊടുക്കലും, ഇയാള് കുറയുന്ന അമ്പ ചെയ്യുമ്പോൾ ഇയാളുടെ വീര ഇതൊക്കെ കാണിക്കുന്നത്. അപ്പൊ അത് കുറച്ച് കോമഡി കൂടെ ചേർത്ത് ചെയ്യേണ്ട സാധനമായിരുന്നു. അത് ചെയ്തെല്ലാം പലതിൻ്റെയും ചെയ്ത് കഴിഞ്ഞപ്പോൾ പടം ഫുൾ ഡബിങ് തീരാറായപ്പോൾ ഡയറക്ടർ പറഞ്ഞു ആ സൗണ്ട് ശരിയാവുന്നില്ല, അയാളുടെ മാച്ച് ചെയ്യുന്നില്ല. അങ്ങനെ എന്നെ മങ്കൊമ്പ് ബാലകൃഷ്ണൻ റെക്കമെൻഡ് ചെയ്യുന്നു. അതില് ഇങ്ങനെ ഒരാളുണ്ട്, നമുക്ക് വിളിച്ചാലെന്ന് പറയും. അവൻ്റെ അടുത്ത് പറയും അടുത്ത ഫ്ലൈറ്റ് കയറി വരാൻ പറയും. ഞാൻ അവിടെ ചെല്ലുന്നു. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ എല്ലാം മൊബൈലും ഗിബൈലും എല്ലാം മേടിച്ച് വെച്ച് മാറ്റി വെച്ചിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത്. കാരണം ഭയങ്കര ബ്രഹ്മാണ്ഡ സംഭവമല്ലേ. അതിനെടുത്തിട്ട് അത് ഞാൻ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെയായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറഞ്ഞതെന്ന്. അത് അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിന്റെ സംവിധായകന് ഏറ്റവും അയാൾ പല വെർഷൻസ് കണ്ടതിൽ അയാൾ പറഞ്ഞ ഏറ്റവും നന്നായി ചെയ്തത് മലയാളത്തിലാണ്, അത് നന്നായി പെർഫെക്ഷനായിട്ട് ചെയ്തെന്ന് പറയും എല്ലാ സിനിമ എന്ന് പറഞ്ഞതാണ് നമ്മളെ അറിയിച്ചത്. അത് കൂടിക്കഴിഞ്ഞിട്ടും നമുക്കൊരു പേയ്മെന്റ് കൊടുത്തു വീണ്ടും എല്ലാം തന്ന് സെറ്റിൽമെന്റ് ചെയ്ത് വിട്ടിട്ട് ചുമ്മാ ഒരു ഹാപ്പി. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ചെല്ലുന്നത്. അപ്പൊ ഞാൻ ഈ കാശ് എവിടത്ത് വന്നെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. ബാങ്കിന്റെ നോക്കിയിട്ട് അറിയാൻ വയ്യാത്തൊരു അക്കൗണ്ട്, മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് വന്നതറിയില്ല. നമ്മുടെ അക്കൗണ്ടിലേക്ക് മുമ്പ് അയച്ചിട്ടുള്ള. അപ്പൊ അതിന് വീണ്ടും അയക്കുന്നത് ചെറിയ എമൗണ്ടാണ്, എന്നാലും വന്നിരിക്കുന്നത്. അതെന്താണ് എങ്ങനെയാണ് ഒരു ദിവസം മുഴുവൻ പോയി ഇത് ആലോചിച്ചാലോചിച്ച് ഇത് ആരയച്ചത്. പിന്നെയാണ് അവര് പറഞ്ഞ് കാശ് കിട്ടിയാ ഞങ്ങളിങ്ങനെ അയച്ചിരുന്നത്. പ്രിയദർശൻ സാറിന്റെ സ്ക്രിപ്റ്റ് നിന്നിഷ്ടം ആ ഒരു അനുഭവം എങ്ങനെയാണ്? സംഗതി വളരെ രസകരമാണ് സംഭവം. അത് ശരിക്കും പ്രിയനും ഞാനും കൂടെ ഒരു പ്ലാൻ ചെയ്തത്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചുള്ള ഒരുപാട് പരിചയവും സ്നേഹവും ബന്ധങ്ങളും ഒരുപാടുണ്ട്. അപ്പൊ അതിന് മുമ്പ് എന്റെ പടം ചെയ്തിട്ടുണ്ട്, പ്രിയ വനിതാ പോലീസ് എന്നൊക്കെ പറഞ്ഞ പ്രിയനാണ് സ്ക്രിപ്റ്റ്. അന്ന് സുരേഷ് കുമാർ, പ്രിയദർശൻ, സനൽകുമാർ ഒക്കെ ഞങ്ങളൊക്കെ ഒറ്റ ടീം, ഒരു റൂമിൽ കിടന്ന് ഉറങ്ങുക, ഒരു കൂടെ നടക്കുക, വലിയ ഇതിലാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ മോഹൻലാലിന്റെ ഒരു ഡേറ്റ് കിട്ടിയാൽ ഒരു പടം ചെയ്യാന്നുള്ളൊരു പരിപാടിയിൽ നിൽക്കുമ്പോൾ ലാല് സംഭവിച്ചു. ലാല് പറഞ്ഞ് പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് പ്രിയനുമായിട്ട് ചെന്നിട്ട് അവിടെ ഒരു സ്റ്റുഡിയോയിൽ ലാലിന്റെ ഷൂട്ടിങ് രാത്രി അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാന്ന് പറയും. അപ്പോൾ ലാലിങ്ങനെ വന്ന് സംസാരിച്ചു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഥയുണ്ടാക്കി ഒരെണ്ണമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. ശരിക്കും ഇത് സത്യസന്ധമായ കാര്യമാണ്. നിങ്ങൾക്ക് കിട്ടിയാൽ ചെയ്യാം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പൊ കുറച്ച് എന്തായാലും 2-3 മാസം എടുക്കും ലാല് തരുമ്പോൾ. ഭയങ്കര വലിയ തിരക്കിൽ കയറി വരുന്ന സമയം ഇങ്ങനെ. അപ്പോൾ ആ സമയത്ത് ലാലിങ്ങനെ ഒരു ഫൈറ്റാണ് എടുത്തോണ്ടിരിക്കുന്നത് രാത്രി സ്റ്റുഡിയോയിൽ. പിന്നെ ആര് വന്ന് അടുത്തിരുന്ന് അറിഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ പറയുമ്പോഴേണ്ടത് ശരിയാക്കി മറ്റേ ഇടാപോടാ വിളിയാണല്ലോ അവർ. അതിങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് ലാലിനെ അടുത്ത ഷോട്ട് ഒന്ന് റെഡി ചെയ്യുന്ന വിളിക്കും. വിളിച്ച് വീണ്ടും പോയിട്ട് വരും. പോയിട്ട് വന്ന് വെച്ച് മറ്റേ ഡേറ്റ് ഒക്കെ എന്നാൽ അങ്ങനെ വെച്ചോ ഇങ്ങനെ വെച്ചോ ഇങ്ങനെ വെച്ചോ എന്നൊക്കെ പറയും. ആ ഡേറ്റ് ഇന്നവരെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും. വീണ്ടും അടുത്ത ഷോട്ട് വരും. ലാലിനെ വിളിച്ചോണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഇരിക്കുകയും ലാൽ ഇങ്ങനെ അടുത്ത ഇതിൽ വന്നിട്ട് ചോദിച്ചു അല്ല കഥ എന്താണെന്ന് ചോദിച്ചു. ഈ കഥ എന്താണെന്ന് ചോദിക്കലും നമുക്കൊരു ഭാഗ്യം കിട്ടിയത്. അപ്പോഴത്തേക്ക് അടുത്ത ഷോട്ടിൽ ആള് വന്ന് വിളിച്ചു. അപ്പൊ ഞാൻ പ്രിയനടുത്ത് പറഞ്ഞു, പ്രിയ 50 Days എന്ന് പറയുന്ന സാപ്ലിന്റെ ഒരു പടമുണ്ട്, അതിലൊരു കണ്ടന്റ് അസാധ്യ കണ്ടന്റ് അതിനകത്ത്, അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ബ്ലൈൻഡായ ഒരു പെൺകുട്ടി ഒരാളെ അത് ഞാൻ കണ്ടിട്ടുണ്ട്, അതാണ് ഞാൻ നല്ല പറയും. ശരി, ആ പ്രിയന് അറിയാം പടം പറഞ്ഞപ്പോ. അത് പറഞ്ഞപ്പോ ഓർമ്മ വന്നു. ഷൂട്ട് കഴിഞ്ഞ് ലാലിങ്ങനെ വരുന്നു, മോഹൻലാൽ വരുന്നത്. അപ്പൊ അവിടെ ഇരുന്ന് എന്തോ കഴിക്കുന്നുണ്ട്. കഥ പറ ഇങ്ങനെ പറയും പുള്ളി. കഥ കേട്ടെ പ്രിയൻ എടാ കഥ എന്ന് സിറ്റി ലൈറ്റ്സ് ഇല്ലേ ഇങ്ങനെ, എടാ സിറ്റി ലൈറ്റ്സ് ഇല്ലേ ചാപ്ലിൻ, അതിന്റെ ഒരു ബേസാണ്. അതായത് ആ പൂവ് എല്ലാം വിൽക്കുന്ന പെണ്ണിന്റെ ലാലിങ്ങോട്ട് ചോദിച്ചു ആ പൂവൊക്കെ വിൽക്കുന്ന അതാണ് കഥ, നീ അത് അങ്ങനെ യാദൃശ്യമായതാണ്, മനസ്സിലായി. അങ്ങനെ പിന്നെ അതിൽ തന്നെ പിടിച്ച് നിന്നിഷ്ടം എന്നൊരു സംഭവം ഉണ്ടാവും. അപ്പോഴത്തേക്കാണ് ഇതിനകത്ത് ഞാനിതുപോലെ അന്ന് ഈ കണ്ണൂർ രാജൻ എന്ന് പറയുന്ന ആള് ജനങ്ങളെല്ലാം മറന്നു കഴിഞ്ഞു, അങ്ങനെ ഒക്കെ ഓർമ്മയില്ല, അങ്ങനെ ഒരു ആളേ ഇല്ല. ഞാനപ്പോൾ ഒരു എയർപോർട്ടിൽ ഇങ്ങനെ പോകാൻ വേണ്ടി കേരളത്തോട് വരാൻ വേണ്ടി മദ്രാസ് എയർപോർട്ടിൽ ഇങ്ങനെ കയറുമ്പോൾ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ വന്ന ഒരാളിങ്ങനെ പിടിച്ചിട്ട് ചോദിച്ച് എന്നെ അറിയാമെന്ന് ചോദിച്ചാൽ എന്നെ അറിയാൻ മനസ്സിലായില്ല എന്ന്. ഞാനാണ് കണ്ണൂർ രാജൻ അറിയുന്നത്. നമ്മൾ അയ്യോ ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാന്ന് പറഞ്ഞു.
അപ്പൊ എന്റെ ആദ്യ പടമൊക്കെ ദേവരാം മാഷാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്റെ ഇവരെയൊക്കെ ഭയങ്കര റെസ്പെക്റ്റും വലിയ ബഹുമാനത്തോടെ കാണുന്നത്. ഞാൻ പറയാം അങ്ങയുടെ ഒരു വലിയൊരു ആരാധകനാന്ന് പറയും. ആരാധകനാണെങ്കിൽ ഒരു പടം തന്നൂടെന്ന് ചോദിച്ചു. അപ്പൊ ഈ പടം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ നിന്നീഷ് ശേഷം. ഞാൻ പറയാൻ എന്ത് മാഷ് തരാമല്ലോ, ഇപ്പൊ തന്നെ ഈ അടുത്ത പടം തന്നെ തരാം. മാഷ് ഒരു കാര്യം ചെയ്യും, ഞാൻ ഇന്ന ദിവസം തിരിച്ചു വരും, എന്നെ വന്ന് കാണാം. പുള്ളി കൃത്യമായിട്ട് ഞാൻ വന്ന ദിവസം അവിടെ കൃത്യമായിട്ട് വന്നത്. അത് പുള്ളിക്ക് പടം ഒന്നുമില്ല, വളരെ ഇതിലാണ്. അങ്ങനെ ഈ പാട്ട് ഞാനും പ്രിയനും കൂടെ ഒരു സിറ്റുവേഷൻ, ഞാൻ പറയാം ഈ പാട്ട് നിന്നാലേ സിനിമ നിൽക്കത്തുള്ളൂ. ക്ലൈമാക്സിൽ വന്ന് പാടുന്നൊരു പാട്ടുണ്ട്, ആ സംഭവത്തിൽ വന്നാലേ നടക്കത്തുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞു. ആ പാട്ടാണ് അങ്ങനെയുണ്ട്, ഇളം മഞ്ഞിൻ കുളിരുമായ എന്നുള്ള പാട്ട് ജനിക്കുന്നു. ഈ പാട്ട് അങ്ങോട്ട് കയറുന്നു, തീ പിടിച്ച പോലെ അങ്ങ് പോകുന്നു. എന്നെ ഈ പാട്ട് കേട്ടിട്ട് ഒരു പടം റിലീസായ ഒരു 2-ൻ്റെ 3-ൻ്റെ ഇങ്ങനെ ഫാസിൽ വിളിക്കുന്നു ആലപ്പുഴയിൽ. നിന്റെ പടത്തില് പാട്ട് ഭയങ്കര ഹിറ്റാണെന്ന് എല്ലാവരും പറഞ്ഞു. പുള്ളി കേട്ടിട്ടില്ല. ഞാൻ എല്ലാം പലയിടത്തും പറയുന്നത് ഭയങ്കര പാട്ട്. ഞാൻ ആര് പറഞ്ഞു, അത് ഗാന്ധിമതി ബാലൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞ് ഭയങ്കര പാട്ടാണത്, ഭയങ്കരമായിട്ട് നിൽക്കുക പാട്ട്, അസാധ്യ പാട്ടാണ് ആ ചേട്ടനും ജാനകിയും പാടിയിരിക്കുന്നത്. ആരാണ് അത് മ്യൂസിക് ചെയ്തത് എന്ന് ചോദിച്ചു. ഞാൻ പറയും കണ്ണൂരിലാരെന്ന് പറഞ്ഞാൽ അയാൾക്കൊണ്ടാ ചോദിക്കുന്നേട്ടാ, ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പറയും ജീവിച്ചിരിപ്പുണ്ട്, എന്താ വേണമെന്ന് ചോദിച്ചു. എന്നാ ഇങ്ങോട്ട് അയക്കെന്ന് പറയും. പുള്ളിയുടെ നടക്കണം ഏതായാലും ഒരു പുതിയ പ്രോജക്റ്റ് നടക്കുക. അങ്ങനെ ഉണ്ടായതാണ്. അപ്പൊ ഞാൻ ട്രങ്കാളൊക്കെ ബുക്ക് ചെയ്താൽ പുള്ളിനെ വിളിക്കണമെങ്കിൽ അവിടെ വിളിച്ചിട്ട് അടുത്ത വീട്ടിൽ വിളിച്ചൊക്കെ പറയണം, മാഷെ ഒന്ന് വന്ന് നിൽക്കണം, വിളിക്കണം, കൂപ്പിടില്ല ഇത്ര സമയത്തിനുള്ളിൽ കേരളയിൽ നിന്ന് കൂപ്പിടേ എന്നിട്ട് പെട്ടെന്ന് കയറി പോരാൻ പറയും. വൈകുന്നേരം തന്നെ ട്രെയിനിൽ കയറി പോരാൻ പറയും. ആലപ്പുഴ വന്ന് റൂമൊക്കെ എടുത്ത് കൊടുത്ത് ഞാൻ അദ്ദേഹത്തെ അവിടെ താമസിപ്പിച്ച് പിറ്റേ ദിവസം പാസന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആ പടം കൊടുക്കണം, കയറി ക്ലിക്ക്, അടുത്ത ചിത്രം ക്ലിക്ക്, പിന്നെ പുള്ളിയുടെ ലെവലിങ്ങനെ പോവുക. മനസ്സിലായില്ലേ? ആ ഒറ്റ പാട്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റിമറിച്ചത്. ഇന്നും മിമിക്രി കലാകാരന്മാര്, അതെ, അതാണ് ഞാൻ പറഞ്ഞു, മിമിക്രി കലാകാരന്മാർ ആ രംഗം കാണിക്കുന്നത് എന്നെക്കാളും കൂടുതൽ കാശ് അവരുണ്ടാക്കിയത്. പിന്നെ മോഹഭംഗ വരുന്നത് എടുക്കുന്നതിലും വലിയ വിഷയമുണ്ട്.